ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, മക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ ബയോളജിയുടെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഡീകമ്പോസിഷൻ വുഡ് ബി ഫാസ്റ്റ് ഇഫ് ദ ഡെറ്റിറ്റസ് കണ്ടെയ്ൻസ്. ഓക്കെ, അപ്പം നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് അവർ ചോദിച്ചിരിക്കുന്നത് ഡീകമ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഏത് തരം ഡെട്രിറ്റസ് ആണെങ്കിൽ അത് ഫാസ്റ്റ് ആയിട്ട് നടക്കും എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ എക്കോസിസ്റ്റത്തിനകത്ത് 4 മെയിൻ ഫങ്ഷൻസ് ആണുള്ളത്. അപ്പം ആ 4 മെയിൻ ഫങ്ഷൻസിൽ രണ്ടാമത്തെ ഫങ്ഷനാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം ഡീകമ്പോസിഷന് വിധേയമാകുന്ന സബ്സ്റ്റൻസുകളെ നമ്മൾ ഡെട്രിറ്റസ് എന്ന് പറയും. അപ്പം ആ ഡെട്രിറ്റസിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ സബ്സ്റ്റൻസ് അത് എങ്ങനെയാണ്, അതിനനുസരിച്ചായിരിക്കും ഡീകമ്പോസിഷന്റെ സ്പീഡ്. ഓക്കെ, അപ്പം ഇതിൽ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ സെല്ലുലോസ് ആണോ, ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ ആണോ, നൈട്രജൻ ആൻഡ് വാട്ടർ സോളുബിൾ ഷുഗേഴ്സ് ആണോ, അതോ സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ ആണോ? അപ്പം ഇതിൽ ഏത് തരം ഡെട്രിറ്റസ് വന്നാൽ ഡീകമ്പോസിഷൻ സ്പീഡായിട്ട് നടക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഓൾറെഡി ഇതിനകത്ത് അറിയാം, സെല്ലുലോസ്, ലിഗ്നിൻ, കൈറ്റിൻ, അതുപോലെ സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ, ഈ സബ്സ്റ്റൻസുകളൊക്കെ പുറം തോടുകളായിട്ട് വരുന്നതാണ്, അല്ലെ? പുറമെ വരുന്ന സബ്സ്റ്റൻസുകളാണ്, പ്രൊട്ടക്റ്റീവ് ലെയർ പോലെയോ ഒക്കെ വരുന്ന സബ്സ്റ്റൻസുകളാണിത്. അപ്പം എപ്പോഴും നമുക്കറിയാം, ഈ പുറത്ത് വരുന്നതൊക്കെ എന്തായിരിക്കും? കട്ടിയുള്ള സബ്സ്റ്റൻസുകളായിരിക്കും. ഓക്കെ, അപ്പം ഈ പറയുന്ന സബ്സ്റ്റൻസുകളെല്ലാം ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഇത് സെർട്ടൻ ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ അതിന്റെ ഡീകമ്പോസിഷൻ റേറ്റ് കമ്പാരിറ്റീവ്ലി സ്ലോ ആയിരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു ലൈനാണ് നൈട്രജൻ ആൻഡ് വാട്ടർ സോളുബിൾ ഷുഗേഴ്സിനെ കുറിച്ച്. അപ്പം ഈ നൈട്രജൻ ആൻഡ് വാട്ടർ സോളുബിൾ ഷുഗേഴ്സ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡീകമ്പോസിഷൻ റേറ്റ് കമ്പാരിറ്റീവ്ലി ഫാസ്റ്റ് ആയിരിക്കും. അപ്പം സി ആണ് അതിന്റെ ഉത്തരം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആൻസർ എന്ന് വെച്ചാൽ എന്താണ്? സി. ഇപ്പൊ ഡീകമ്പോസിഷൻ റേറ്റ് ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത് നൈട്രജനും അതുപോലെ തന്നെ വാട്ടർ സോളുബിൾ ഷുഗേഴ്സും ഡെട്രിറ്റസ് ആയിട്ട് വന്നാലാണ്. ഓക്കെ, നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെയിം ദ മെത്തേഡ് ഇൻ വിച്ച് ദ ഏലിയൻ DNA is directly injected into the nucleus of an animal cell. ഓക്കെ, അപ്പം ഇവിടെ പറയുന്ന കാര്യം മനസ്സിലാക്കുക. ആദ്യം ഒരു ഏലിയൻ DNA എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു റീകോമ്പിനന്റ് DNA. ഓക്കെ, നമുക്കറിയാം, നമ്മുടെ ബയോടെക്നോളജിക്കകത്ത് ഒരു റീകോമ്പിനന്റ് DNA ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തിനകത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പൊ ഇവിടെയും ഒരു ഏലിയൻ DNA എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ റീകോമ്പിനന്റ് DNA, ഈ റീകോമ്പിനന്റ് DNA എന്തിനകത്തോട്ട് എത്തിക്കണം? ഹോസ്റ്റ് ഓർഗാനിസത്തിലോട്ട് എത്തിക്കണം. ഓക്കെ, അപ്പൊ നോർമലി നമ്മൾ ഹോസ്റ്റ് ഓർഗാനിസത്തിനോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ആ സെല്ലിനെ കമ്പീറ്റന്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രോസസ്സ് ഉണ്ട്. അത് ഇനി വരുന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് അനിമലിന്റെ ന്യൂക്ലിയസിലോട്ട്, അതായത് ഒരു അനിമൽ സെല്ലിന്റെ ന്യൂക്ലിയസിലോട്ട് റീകോമ്പിനന്റ് DNA എങ്ങനെ ഇഞ്ചെക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാവുന്ന ഉത്തരമാണ് മൈക്രോ ഇഞ്ചക്ഷൻ ആണ് അതിനകത്തുള്ള മെത്തേഡ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ അനിമൽ സെല്ല് മാറി പ്ലാന്റ് സെല്ലിലോട്ട് എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം എന്നുള്ളതായിരുന്നുവെങ്കിൽ നമ്മൾ ജീൻ ഗൺ അല്ലെങ്കിൽ ബയോലിസ്റ്റിക്സ് എന്ന് പറയുന്ന ഉത്തരവായിരിക്കും അവിടെ എഴുതുക. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റത്തെ അവർ കൊടുത്തിട്ടുള്ള പെയർ ഇതാണ്: പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഇൻ വിച്ച് വൺ സ്പീഷീസ് ബെനിഫിറ്റ്സ് ആൻഡ് അതർ ഈസ് നെയ്തർ ഹാംഡ് നോർ ബെനിഫിറ്റഡ്. ഓക്കെ, അപ്പം ഒരു പോപ്പുലേഷൻ ഇന്ററാക്ഷനെ കുറിച്ച് ഇവിടെ പറയാണ്. നമുക്ക് മെയിൻലി 4 തരം പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ആണുള്ളത്. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് ഈ 4 തരം പോപ്പുലേഷൻ ഇന്ററാക്ഷൻസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം അതില് ഫസ്റ്റത്തെ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ആണ് നമ്മുടെ മ്യൂച്വലിസം, പാരസൈറ്റിസം. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്ന കൊമൻസാലിസം, അമൻസാലിസം ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം പാരസൈറ്റിസത്തിന്റെ കാര്യം അറിയാം. അതിൽ ഒരാൾക്ക് ഹാം ആയിരിക്കും, മറ്റൊരാൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും. മ്യൂച്വലിസത്തിനകത്തോ 2 പേർക്കും ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത് വരുന്ന 2 ക്ലാസ്സിലുള്ള ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ഇൻ വിച്ച് വൺ സ്പീഷീസ് ബെനിഫിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു സ്പീഷീസ് ബെനിഫിറ്റ് ചെയ്യുന്നു, മറ്റേ ആൾക്കാർ എന്ത് ചെയ്യുന്നു?
ഹാമും അല്ല എന്നാ ബെനിഫിറ്റും അല്ല. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൊമൻസാലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് വെച്ച് നമ്മൾ അടുത്ത പേർ ഫില്ല് ചെയ്ത് എങ്ങനെ വരും? പോപ്പുലേഷൻ ഇന്ററാക്ഷൻ വേർ വൺ സ്പീഷീസ് ഈസ് ഹാംഡ് ആൻഡ് അതർ ഈസ് അൺഅഫക്റ്റഡ്. അതായത് ഒരു സ്പീഷീസ് ഹാം ആവുന്നു, മറ്റതിന് എന്ത് ചെയ്യുന്നില്ല, അഫക്റ്റേ ചെയ്യുന്നില്ല. ഓക്കെ, ഇതിനെ നമ്മൾ എന്ത് പറയും? അമൻസാലിസം. ഇതിനെ എന്ത് പറയുന്നത്? അമൻസാലിസം. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിനകത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ 4 പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത ചോദ്യം, ഇഫ് എനി പ്രോട്ടീൻ കോഡിംഗ് ജീൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. എനി പ്രോട്ടീൻ കോഡിംഗ് ജീൻ. ഇപ്പൊ ഈ പ്രോട്ടീൻ കോഡിംഗ് ജീൻ എവിടെയാണ് വരുന്നത്? നമ്മളിപ്പോ ഉണ്ടാക്കിയ റീകോമ്പിനന്റ് DNA-ക്കകത്താണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇഫ് എനി പ്രോട്ടീൻ കോഡിംഗ് ജീൻ ഈസ് എക്സ്പ്രസ്ഡ് ഇൻ എ ഹെറ്ററോലോഗസ് ഹോസ്റ്റ് ദ പ്രോട്ടീൻ ഫോംഡ് ഈസ് കോൾഡ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു റീകോമ്പിനന്റ് DNA ഉണ്ടാക്കി. ഓക്കെ, നമുക്കറിയാം ഒരു DNA-യുടെ കമ്പോണന്റ് ആണ് ജീൻസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ റീകോമ്പിനന്റ് DNA ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമായിട്ടുള്ള ജീൻസിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു പുതിയ റീകോമ്പിനന്റ് DNA ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്തു? ഒരു ഹെറ്ററോലോഗസ് ഹോസ്റ്റിനകത്തോട്ട് കടത്തിവിട്ടു. നോർമലി ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു റീകോമ്പിനന്റ് DNA ഉണ്ടാക്കുന്നു, അതിന് നമ്മളൊരു ഹോസ്റ്റിലോട്ട് കടത്തിവിടുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ആ ഹോസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെ? അപ്പൊ ഇവിടെയും ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയെടുത്തില്ലേ ആ പ്രോട്ടീൻ, അതിന്റെ പേരെന്താണ് എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റീകോമ്പിനന്റ് DNA ഒരു ഹോസ്റ്റിനകത്ത് കടത്തിവിട്ടതിന് ശേഷം ഉണ്ടാക്കിയെടുത്ത പ്രോട്ടീന്റെ പേര്. ഓക്കെ, പ്രോട്ടീന്റെ പേരെന്താണ്? റീകോമ്പിനന്റ് പ്രോട്ടീൻ, അല്ലെ? അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റീകോമ്പിനന്റ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബയോടെക്നോളജി. ഓക്കെ, ഇനി അടുത്ത്, വിച്ച് among the following is a non-albuminous seed? നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. നോൺ ആൽബുമിനസ് സീഡ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ആൽബുമിനസും നോൺ ആൽബുമിനസ് സീഡുകളെ പറ്റിയാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ആൽബുമിനസ് സീഡുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോസ്പേം റിമെയിൻ ചെയ്യുന്ന സീഡുകളെയാണ് ആൽബുമിനസ് എന്ന് പറയുന്നത്. അല്ലാത്തതിന് എന്ത് പറയും? നോൺ ആൽബുമിനസ് എന്ന് പറയും. ഓക്കെ, ഇപ്പൊ ടെക്സ്റ്റിനകത്ത് നിങ്ങൾ കൊടുത്തിട്ടുള്ളതിൽ ഇവിടെ ഗ്രൗണ്ട് നട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതാണ് ഇതിനകത്തുള്ള നോൺ ആൽബുമിനസ് സീഡ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഈ ധാന്യവർഗ്ഗങ്ങളെല്ലാം എപ്പോഴും മനസ്സിലാക്കുക, ഇതെല്ലാം എന്താണ്? ആൽബുമിനസ് സീഡുകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ട് നട്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രദ്ധിച്ചിരിക്കുക. ചോദ്യം, ടപ്പീറ്റം പ്ലേ an important role in the development of male gametophyte. Give reason. ഓക്കെ, അപ്പൊ ഇതിലുള്ള ഓരോ വാക്കുകളും ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ ഒരു ടപ്പീറ്റത്തിന്റെ കാര്യം പറയുന്നുണ്ട്, ഒരു മെയിൽ ഗാമീറ്റോഫൈറ്റിന്റെ കാര്യവും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ചോദ്യം ഇതാണ്, ടപ്പീറ്റം മെയിൽ ഗാമീറ്റോഫൈറ്റിന്റെ മെച്ചുറേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതിന്റെ റീസൺ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക്സിലൊന്ന് വരാം. നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻഡ്രീഷ്യം എന്ന് പറയും, അല്ലെ? അപ്പൊ ഈ ആൻഡ്രീഷ്യത്തിനകത്ത് മെയിൻലി സ്റ്റേമൻസ്, ഒരു കളക്ഷൻ ഓഫ് സ്റ്റേമൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇനി ഒരു സ്റ്റേമിനകത്ത് നമ്മൾ നോക്കിയാലോ, അതിനകത്ത് നമുക്കൊരു ഫിലമെന്റും കാണാൻ പറ്റും, ഒരു ആൻതറും കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഈ ഫിലമെന്റ്, ഈ ആൻതറിനകത്ത് കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ പോളൻ സാക്കുകൾ എന്ന് പറയുന്നത്. എന്താണ്? പോളൻ സാക്കുകൾ എന്ന് പറയുന്നത്, അല്ലെ? ഈ പോളൻ സാക്കുകളാണ് ഇവിടെ പറയുന്ന മെയിൽ പോളൻ സാക്കിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ് പോളൻ ഗ്രെയിൻസ്. അതാണ് ഇവിടെ പറയുന്ന മെയിൽ ഗാമീറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, എന്താണ് മെയിൽ ഗാമീറ്റോഫൈറ്റ്? പോളൻ ഗ്രെയിൻസ് ആണ്. പോളൻ ഗ്രെയിൻസ് ആണ് എന്ത്? ഇവിടത്തെ എന്താ പറയുന്നത്? ഇവിടത്തെ നമ്മുടെ മെയിൽ ഗാമീറ്റോഫൈറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ മെയിൽ ഗാമീറ്റോഫൈറ്റ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിനിനെ പൊതിഞ്ഞുകൊണ്ട് കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ് നമ്മുടെ പോളൻ സാക്ക് എന്ന് പറയുന്നത്. എന്താണ് പോളൻ സാക്ക്? ഇവിടെ നോക്കിക്കോ, ഈ പോളൻ സാക്ക് ഇത് ഈ ചുറ്റും കാണപ്പെടുന്ന സ്ട്രക്ചർ ആണ്. ഇതൊരു ആന്തറിന് നമ്മൾ കട്ട് ചെയ്ത ഒരു സെക്ഷൻ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് ഈ ചുറ്റും കാണപ്പെടുന്ന ഈ സ്ട്രക്ചറിനെയാണ് എന്ത് പറയുന്നത്?
പോളൻ സാക്കുകൾ എന്ന് പറയുന്നത്. ഈ പോളൻ സാക്കിനകത്ത് നമുക്ക് മെയിൻലി 4 ലെയേഴ്സ് കാണാൻ പറ്റും. അതിൽ ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെയർ ആണ് എന്ത്, ടപ്പീറ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഇവിടെ കൊടുത്തിട്ടുള്ള എല്ലാ വാക്കുകളും മനസ്സിലായല്ലോ. ടപ്പീറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, പോളൻ സാക്കിന്റെ ഏറ്റവും അകത്തുള്ള ലെയർ. ഓക്കെ, ഇനി മെയിൽ ഗാമീറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോളൻ ഗ്രെയിൻസ് ആണ്. ഈ പോളൻ ഗ്രെയിൻ വളരുന്ന എവിടെയാണ്, നമ്മുടെ പോളൻ സാക്കിനകത്ത്. അതായത് ഈ ടപ്പീറ്റം കഴിഞ്ഞ് തൊട്ടകത്ത് വരുന്ന ഈ പാർട്ടിനകത്ത്, ടപ്പീറ്റം കഴിഞ്ഞ് അതിനകത്ത് വരുന്ന സ്ട്രക്ചേഴ്സ് ആണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ ചോദ്യം, നമ്മുടെ പോളൻ സാക്കിന്റെ 4ാമത്തെ ലെയർ ആയിട്ടുള്ള ടപ്പീറ്റം പോളൻ ഗ്രെയിൻസിന്റെ ഡെവലപ്മെന്റിനെ എങ്ങനെ സ്വാധീനിക്കുന്നു, അതിന്റെ റീസൺ എഴുതുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടപ്പീറ്റമാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പോളൻ ഗ്രെയിൻസിന് അതിന്റെ മെച്ചുറേഷൻ ടൈമിൽ ഡെവലപ്പ് ചെയ്യേണ്ട നറിഷ്മെന്റ് കൊടുക്കുന്നത്. ഓക്കെ, അതാണ് അവിടുത്തെ ഉത്തരം. ഓക്കെ, അപ്പൊ ടപ്പീറ്റം എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ്സ് നറിഷ്മെന്റ് ടു പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ഇനി അടുത്തതിന്റെ ബി എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, റൈറ്റ് എനി വൺ പെക്യൂലിയാരിറ്റി ഓഫ് ടപ്പീറ്റൽ സെൽസ്. ഓക്കെ, ടപ്പീറ്റത്തിൽ കാണപ്പെടുന്ന, അതായത് 4ാമത്തെ ലെയർ ആയിട്ടുള്ള ടപ്പീറ്റത്തിൽ കാണപ്പെടുന്ന സെൽസിന്റെ പെക്യൂലിയാരിറ്റി എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് മെയിൻലി 2 പ്രത്യേകതകളാണ് ഉള്ളത്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഒന്ന്, ടപ്പീറ്റൽ സെൽസിന് ഒരു ഡെൻസ് സൈറ്റോപ്ലാസം ആയിരിക്കും, ഒന്ന് അത് എഴുതാം. അല്ലെങ്കിൽ 2, അതൊരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ആൻസർ എന്താണ്, ഒന്നാമത്തത് എയുടെ ആൻസർ, ടപ്പീറ്റം ഗീവ്സ് നറിഷ്മെന്റ് ടു ഡെവലപ്പിംഗ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ഇനി രണ്ടാമത്തതിന്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും, ഒന്ന്, ടപ്പീറ്റൽ സെൽസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സെൽസ് എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എന്താ എഴുതാം, അതിനകത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട്, ഡെൻസ് സൈറ്റോപ്ലാസം കാണപ്പെടുന്നു. ഓക്കെ, ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻ മേക്കിംഗ് ദ ബാക്ടീരിയൽ സെൽ കമ്പീറ്റന്റ് ടു ടേക്ക് അപ്പ് റീകോമ്പിനന്റ് DNA. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ റീകോമിനന്റ് DNA നമ്മൾ ഉണ്ടാക്കി വെച്ചു. ഇനി ഈ റീകോമിനന്റ് DNA ഞാൻ എന്ത് ചെയ്യണം, ഹോസ്റ്റ് ഓർഗാനിസത്തിനകത്തോട്ട് കയറ്റി വിടണം. അപ്പൊ ഹോസ്റ്റ് ഓർഗാനിസത്തിനകത്തോട്ട് കയറ്റി വിട്ടാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡിസൈഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അതിന് കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞു, അനിമൽ സെൽസിലാണെങ്കിൽ ഈ റീകോമിനന്റ് DNA ഡയറക്റ്റ് ന്യൂക്ലിയസിലോട്ട് കടത്തി വിടുന്നതിന് നമ്മൾ മൈക്രോ ഇഞ്ചെക്ഷൻ എന്ന് പറയും. ഇനി പ്ലാന്റ് സെല്ലിലോട്ട് നമ്മൾ ഡയറക്റ്റ് റീകോമ്പിനന്റ് DNA കടത്തി വിടണമെങ്കിൽ അതിന് നമ്മൾ ജീൻ ഗൺ എന്ന് പറയും. ഓക്കെ, പക്ഷെ അല്ലാതെ യൂഷ്വലി നമ്മൾ നടത്തുന്ന നോർമൽ പ്രോസസ്സ് ഏതാണ്, അതിനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ഹോസ്റ്റ് സെല്ല് ഇവിടെ ഇരിക്കുകയാണ്, ഒരു ബാക്ടീരിയൽ സെല്ല് ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ബാക്ടീരിയക്കകത്തോട്ട് കടത്തി വിട്ടിട്ടാണ് ഞാൻ എൻ്റെ ഡിസൈഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം ഈ ബാക്ടീരിയൽ സെല്ലിന് അടുത്തോട്ട് ഞാൻ റീകോമിനന്റ് DNA കൊണ്ടുവന്ന് അത് അകത്തോട്ട് എടുക്കും, ഒരിക്കലും അകത്തോട്ട് എടുക്കില്ല. അപ്പൊ അതിന് എന്ത് ചെയ്യണം, അതിന് നമ്മൾ കോമ്പീറ്റന്റ് ആക്കി മാറ്റണം. അതായത് ഈ ബാക്ടീരിയൽ DNA അല്ലെങ്കിൽ ഹോസ്റ്റിനെ ഞാൻ സമ്മതിപ്പിക്കണം, ഇതിനെ ഇങ്ങോട്ട് അകത്തോട്ട് എടുക്ക് എന്ന് പറയുമ്പോൾ അതെന്ത് ചെയ്യണം, സമ്മതിപ്പിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ കുറച്ച് പ്രോസസ്സുകളിൽ കൂടെ കടത്തിവിടും. ഓക്കെ, അതിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ പ്രോസസ്സ് ഏതാണ്, അതായത് നമ്മുടെ ഹോസ്റ്റ് സെല്ലിനെ കമ്പീറ്റന്റ് ആക്കാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഏതാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് നമുക്കറിയാം DNA. ഈ DNA എന്ന് പറഞ്ഞാൽ ഏത് DNA ആണ്, നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച റീകോമ്പിനന്റ് DNA ഒരു ബാക്ടീരിയത്തിനകത്തോട്ട്, ഈ ബാക്ടീരിയ ആയിരിക്കും ഞാൻ എടുക്കുന്ന ഹോസ്റ്റ്, അതിനകത്തോട്ട് കയറുന്നത് എപ്പോഴും അതിനകത്തുള്ള പോറുകൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, അകത്തോട്ട് കയറുന്നത്. ഓക്കെ, അപ്പം സാധാരണഗതിയിൽ ഈ പോറുകൾ വഴി ബാക്ടീരിയ നമ്മൾ ഉണ്ടാക്കി വെച്ച റീകോമിനന്റ് DNA അകത്തോട്ട് എടുക്കില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഓക്കെ, അപ്പം അതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, നമ്മുടെ റീകോമിനന്റ് DNA എന്ന് പറഞ്ഞാൽ അതൊരു ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള മോളിക്യൂളാണ്. എന്നാൽ ഒരു ബാക്ടീരിയയുടെ പുറത്തുള്ള ആ ഒരു സെൽ മെംബ്രെയിൻ ഒക്കെ എന്തായിരിക്കും, ഹൈഡ്രോഫോബിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്ന് വാട്ടർ ലവിങ്ങും മറ്റേ മോളിക്യൂൾ വാട്ടർ ഹേറ്റിംഗ് ആകുമ്പോഴത്തേക്ക് ഇവർ പരസ്പരം എന്ത് ചെയ്യത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും വരാനും അനുവദിക്കത്തില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പോറുകളിൽ കൂടെ ഈ റീകോമിനന്റ് DNA അകത്ത് കയറ്റിയേ പറ്റൂ, എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ,
ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് എനിക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ പോയിന്റ് അതാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ച റീകോമിനന്റ് DNA ബാക്ടീരിയത്തിനകത്തോട്ട് കയറ്റണം. ഏത് വഴി? അതിനകത്തുള്ള സെൽ വാളിലുള്ള പോർസ് വഴി എന്ത് ചെയ്യണം? അകത്തോട്ട് കയറ്റണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന് ആദ്യം ഒരു ഡൈവാലന്റ് കാറ്റയോൺ വെച്ച് അതിനെ റിയാക്ട് ചെയ്യുക. ഡൈവാലന്റ് കാറ്റയോൺ എന്ന് വെച്ചാൽ എന്താണ്? 2 വാലൻസി ഉള്ളത്. ഉദാഹരണത്തിന് കാൽസ്യം പോലത്തെ മോളിക്യൂൾ. അപ്പൊ ഡൈവാലൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താണ്? 2 വാലൻസി ഉണ്ടാവുക. കണ്ടോ, Ca2+ അല്ലെങ്കിൽ പ്ലസ് എന്ന് പറയുന്ന 2 വാലൻസി. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഡൈവാലന്റ് കാറ്റയോൺ. അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ബാക്ടീരിയൽ സെല്ലുമായിട്ട് ബോംബാർഡ് ചെയ്യിക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഇതിനെ പിടിച്ച് എന്ത് ചെയ്യുക? ഐസിൽ വെക്കുക. ഓക്കെ, അപ്പൊ ഒന്നാമത് ഡൈവാലന്റ് കാറ്റയോൺ ആയിട്ട് ബാക്ടീരിയത്തിനെ ട്രീറ്റ് ചെയ്യിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് അതിനെ ഐസിൽ വെക്കുക. ഇനി ഐസിൽ വെച്ചതിന് ശേഷം ഹീറ്റ് ഷോക്ക് കൊടുക്കുക. ഹീറ്റ് ഷോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? 42 ഡിഗ്രി സെൽഷ്യസിലോട്ട് അതിനെ എടുത്ത് മാറ്റുക. ഓക്കെ, നമുക്കറിയാം 42 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ടെമ്പറേച്ചർ ഒന്നും അല്ല. പക്ഷേ നമ്മൾ ഐസിൽ വെച്ചിട്ടാണ് മാറ്റുന്നത് അല്ലേ. അപ്പൊ 0 ഡിഗ്രിയിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്? നമ്മൾ 42 ആക്കുന്ന സമയത്ത് അവിടെ പെട്ടെന്നൊരു ടെമ്പറേച്ചർ മാറുകയാണ്. അപ്പൊ ഇതിനെയാണ് എന്ത് പറയുന്നത്? ഹീറ്റ് ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? പിന്നെ അതിനെന്ത് ചെയ്യുക? ഐസിലോട്ട് തിരിച്ചു വെക്കുക. മനസ്സിലായി? ഇപ്പം എന്ത് ചെയ്യും? ഈ റീകോമിനന്റ് DNA ആരകത്തോട്ട് എടുക്കും? നമ്മുടെ ബാക്ടീരിയ അകത്തോട്ട് എടുക്കും. ഓക്കെ, അപ്പൊ ഈ പ്രോസസ്സ് മറക്കരുത്. ഫസ്റ്റ് ഡൈവാലന്റ് കാറ്റയോണായിട്ട് ട്രീറ്റ് ചെയ്യുക. 2 ബാക്ടീരിയ എടുത്ത് ഐസിൽ വെക്കുക. പിന്നെ അതിന് ഹീറ്റ് ഷോക്ക് എടുക്കുക. 42 ഡിഗ്രി സെൽഷ്യസിൽ വെക്കുക. പിന്നെ അതിനെ എന്ത് ചെയ്യുക? 0 ഡിഗ്രിയിലോട്ട് മാറ്റുക. ഇപ്പൊ നമ്മുടെ ഹോസ്റ്റ് ഓർഗാനിസം എന്തായി? കമ്പീറ്റന്റ് ആയിട്ട് മാറി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെയും എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എക്കോസിസ്റ്റത്തിനകത്ത് ഫസ്റ്റത്തെ ഫങ്ഷൻ ആണ് എന്ത്? പ്രൊഡക്ടിവിറ്റി. അപ്പം ഈ പ്രൊഡക്ടിവിറ്റിക്കകത്ത് നമുക്ക് 2 പ്രൊഡക്ടിവിറ്റി ഉണ്ട്. GPP ഉണ്ട്, NPP ഉണ്ട്. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അതുപോലെ തന്നെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന 2 തരത്തിലുള്ള പ്രൊഡക്ടിവിറ്റിയാണുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം പ്രൊഡക്ടിവിറ്റി എപ്പോഴും സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ, സൺലൈറ്റിനെയും പ്ലാന്റ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും പ്രൊഡക്ടിവിറ്റി വർക്കാവുന്നത്. അപ്പം സൺലൈറ്റിന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ട് എത്രമാത്രം ബയോമാസ് പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നോ ഈ ബയോമാസ് ആണ് അത് കഴിഞ്ഞ് നമ്മുടെ കൺസ്യൂമേഴ്സ് കഴിക്കുന്ന സമയത്ത് അതിന്റെ ബോഡിയിലോട്ട് ആഡ് ആവുന്നത് അല്ലേ. അപ്പം എന്തായാലും പ്ലാന്റ്സ് സണ്ണിന്റെ എനർജി സൺലൈറ്റ് വെച്ചിട്ട് സൺലൈറ്റിൽ നിന്ന് എനർജി എടുത്തിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? പുതിയ ബയോമാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? GPP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി NPP എന്ന് വെച്ചാലോ ഈ ടോട്ടൽ അവരിപ്പോ കുറെ എനർജി ഉണ്ടാക്കി വെച്ചു അല്ലെങ്കിൽ കുറെ ഗ്ലൂക്കോസ് ഉണ്ടാക്കി വെച്ചു എന്ന് വിചാരിക്കാം. ഇത് മുഴുവനായിട്ട് ഒരിക്കലും എന്ത് ചെയ്യില്ല? കൺസ്യൂമേഴ്സിന് കിട്ടില്ല. മറിച്ച് അവരുടെ റെസ്പിറേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് എന്ത് ചെയ്യും? കുറെ എനർജി ഉപയോഗിക്കും. ഓക്കെ, അപ്പം ഇത് പോയിട്ട് ബാക്കി വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? NPP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക. അപ്പം GPP എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടലി എത്രമാത്രം ബയോമാസ് നമ്മുടെ പ്ലാന്റ്സ് ഉണ്ടാക്കുന്നു സൺലൈറ്റ് ഉപയോഗിച്ച്, സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് എത്രമാത്രം ബയോമാസ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ GPP എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ GPP-ലെന്ന് പ്ലാന്റ്സിന്റെ റിക്വയർമെന്റ്, അതായത് അതിന്റെ റെസ്പിറേറ്ററി റിക്വയർമെന്റിന് അത് കുറച്ച് എനർജി എടുക്കും. അത് പോയിട്ട് ബാക്കി കിട്ടുന്നതാണ് എന്ത് പറയുന്നത്? NPP അല്ലെങ്കിൽ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ആണ്, അത് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം. GPP-യുടെ ഉത്തരം നോക്കാം. റേറ്റ് ഓഫ് ടോട്ടൽ ബയോമാസ് പ്രൊഡക്ടിവിറ്റി ബൈ പ്ലാന്റ്സ് ത്രൂ ഫോട്ടോസിന്തസിസ്. ഓക്കെ, അപ്പൊ ഫോട്ടോസിന്തസിസിലൂടെ അതായത് ലൈറ്റിനെ ആശ്രയിച്ചുകൊണ്ട് എത്രമാത്രം ബയോമാസ് പ്ലാന്റ്സ് ഉണ്ടാക്കി വെക്കുന്നോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ GPP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഇത്രയും വിശദമായിട്ട് പറയാൻ കാരണം അടുത്ത ക്വസ്റ്റ്യൻ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, അപ്പൊ ഈ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ
അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ എത്രമാത്രം ഫോട്ടോസിന്തസിസ് നടക്കും എന്നുള്ളത് വെച്ചിട്ടാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇപ്പൊ ഫോട്ടോസിന്തറ്റിക് എബിലിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം എന്തൊക്കെയായിരിക്കും ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്? ഒന്ന് സൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. അടുത്ത് രണ്ടാമത്തത് ടെമ്പറേച്ചർ, മൂന്നാമത്തത് മോയ്സ്ചർ. കാര്യം ഇതെല്ലാം ഫോട്ടോസിന്തസിസിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. ഇനി അടുത്ത് പ്ലാന്റ്സിന്റെ ഏരിയ, അതായത് ചില പ്ലാന്റ്സിന് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി കൂടുതലായിരിക്കും, ചില പ്ലാന്റ്സിന് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി കുറവായിരിക്കും. ഓക്കെ, അപ്പം ആ പ്ലാന്റ്സിനനുസരിച്ച് അടുത്ത് ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി, അതായത് അവിടെയുള്ള ഏരിയയിലുള്ള പ്ലാന്റ്സിന്റെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി, പിന്നെ അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. ഓക്കെ, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മുടെ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലാക്കുക. എപ്പോഴും ഫോട്ടോസിന്തസിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ സീരീസ് ഈ ലാസ്റ്റ് മിനിറ്റിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബോർഡ് എക്സാംസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.